സോ ഈ സെക്ഷനകത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ റൂളാണ്. ഇറ്റ് ഈസ് ചെയിൻ റൂൾ. ദിസ് റൂൾ ഈസ് യൂസ്ഡ് ഫോർ ഡിഫറൻഷിയേറ്റിംഗ് എ ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ. അതായത് പേരുവണക്ക് തന്നെ ചെയിൻ റൂൾ. ഒന്നിന് പുറകെ, ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചെയിനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. ഈ റൂൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ്റെ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ റൂളിനനുസരിച്ചായി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഫംഗ്ഷനെ ഒന്ന് നോക്കുക, e റൈസ് ടു 3x, ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു e റൈസ് ടു 3x എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ സംബന്ധിച്ച് ഇവിടെ ശരിക്കും രണ്ട് ഫങ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് രണ്ട് ഫങ്ഷനുകളുടെ കോമ്പിനേഷനാണ്. ദാറ്റ് ഈസ് ഇ റൈസ് ടു ടി എന്ന് പറയുന്നൊരു ഫങ്ഷനും 3x എന്ന് പറയുന്നൊരു ഫങ്ഷനും. അതായത് എക്സ്പോണൻഷ്യൽ ഫങ്ഷനായ ഇ റൈസ് ടു ടിയിൽ ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തിരിക്കുന്നു, 3x കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്തത്, ഇ റൈസ് ടു 3x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫോം ചെയ്തു അല്ലേ. അതായത് അവിടുത്തെ ബേസ് ഫംഗ്ഷൻ ഏതാണ്, ഇ റൈസ് ടു ടി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ എക്സ്പോണൻറ്റിൻ്റെ സ്ഥാനത്ത്, ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തിരിക്കുന്നു, മറ്റൊരു ഫംഗ്ഷനായ 3x കൊടുത്തിരിക്കുന്നു. അതായത് ഒരു ഫംഗ്ഷൻ്റെ അകത്ത് എന്ത് ചെയ്തിരിക്കുന്നു, മറ്റൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നു. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ. ഒരു ഫങ്ഷനകത്ത് മറ്റൊരു ഒരു ഫങ്ഷൻ്റെ ഫങ്ഷൻ. അതാണ് ഇത്തരത്തിലുള്ള ഫങ്ഷൻസ്. ദാറ്റ് ഈസ് ഇ റൈസ് ടു 3x എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ടി എന്ന് പറയുന്നൊരു ഫങ്ഷനകത്ത് ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു, 3x എന്ന് പറയുന്ന മറ്റൊരു ഫങ്ഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഫങ്ഷൻസ്, ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു 3x, ഈ രീതിയിൽ വരുന്ന ഫങ്ഷൻസ്. അല്ലാതെയും ഫങ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് റൈസ് ടു 7 എന്നെടുത്തിരിക്കുന്നു. സോ ഈ ഫങ്ഷനെ സംബന്ധിച്ച് ഇത് ശരിക്കും രണ്ട് ഫങ്ഷനുകളുടെ കൂടിച്ചേരില്ല. ബേസ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ടി റൈസ് ടു ടി എന്ന് എടുത്തേക്കും ജസ്റ്റ് വേറൊരു വേരിയബിൾ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. എക്സും വൈയുടെ മറ്റൊരു വേരിയബിൾ. ടി റൈസ് ടു 7 എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ. അതായത് ഈ എക്സ് ക്യൂബിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ടി കൊടുക്കാം. അതിനകത്ത് എന്തൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നു, എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ടി റൈസ് ടു 7 എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ്റെ അകത്ത് ടിയുടെ സ്ഥാനത്ത് എന്ത് വന്നു, എക്സ് ക്യൂബ് വന്നു. ദാറ്റ് ഈസ് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ അപ്ലൈ. ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ അകത്തുള്ളൊരു ഫംഗ്ഷൻ. അപ്പോൾ ഈ തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ നമ്മൾ സാധാരണ ഈ തരത്തിലുള്ള ഫംഗ്ഷൻസിന് ഡിഫറൻഷ്യേറ്റ് നമ്മൾ സാധാരണ എന്ത് ഉപയോഗിക്കുന്നത്, ചെയിൻ റൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ സാധാരണ ഫംഗ്ഷൻസ് ഇ റൈസ് ടു എക്സിന് ഡിഫറൻഷ്യേറ്റ് നമുക്കറിയാം അല്ലേ. ഡിഫറൻഷ്യൽ എന്താ, ഇ റൈസ് ടു എക്സ് തന്നെ. എക്സ് റൈസ് ടു 7 ഡിഫറൻഷ്യേറ്റ് നമുക്കറിയാം എന്താ, 7x റൈസ് ടു 6 ആയിരിക്കും എൻ്റെ ആൻസർ അല്ലേ, ഡിഫറൻഷ്യൽ. സോ ഇതെന്ന് പറയുന്നത് ബേസിക് ആയിട്ട് എന്തിലുള്ള എക്സിലുള്ള ഫങ്ഷൻസ് ആണ് അല്ലേ. പക്ഷേ ഇങ്ങനെയുള്ള ഓരോ ബേസിക് ഫങ്ഷൻസിന് അകത്ത് മറ്റൊരു ഫങ്ഷനും കൂടെ അപ്ലൈ ചെയ്താൽ ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ്റെ ഫോമിൽ വന്നാൽ നമ്മൾക്ക് എങ്ങനെ ഡിഫറൻസിയേഷൻ പോസിബിൾ ആക്കാം. അതാണ് ഏത് റൂൾ അനുസരിച്ച് നമ്മൾ പഠിക്കുന്നത്, ചെയിൻ റൂൾ അനുസരിച്ച് പഠിക്കുന്നത്. അതായത് ചെയിൻ റൂൾ ഇപ്രകാരമാണ് പറയുന്നത്, ഇഫ് y ഈസ് എ ഫങ്ഷൻ ഓഫ് ടി, അതായത് എഫ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എന്തിൻ്റെ ടേമിൽ, ടിയുടെ ടേമിൽ തന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ, ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഹിയർ y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ദ ഹോൾ റൈസ് ടു 7. ഇതെന്ന് പറയുന്നത് എന്തിൻ്റെ ടേം തന്നിരിക്കുന്നു, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ക്യൂബ്. എക്സ് ക്യൂബിൻ്റെ ഒരു ഫംഗ്ഷൻ, എക്സ് ക്യൂബിനെ എന്ത് ചെയ്തിരിക്കുന്നു, റൈസ് ടു 7 എടുത്തിരിക്കുന്നു അല്ലേ. സിമിലർലി y ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു 3x എന്ന് പറയുന്നത് എന്തിൻ്റെ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് 3x. ദാറ്റ് ഈസ് 3x എന്ന് പറയുന്നത് എന്തെടുത്തിരിക്കുന്നു, അതിൻ്റെ എക്സ്പോണൻഷ്യൽ പവർ എടുത്തിരിക്കുന്നു അല്ലേ. സോ നമുക്ക് പറയാം, ഈ ഇതുപോണക്ക് ടി എന്ന് പറയുന്ന ഏതോ ഒരു ഫംഗ്ഷൻ
അല്ലേ? ഇവിടെ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? ടിയുടെ സ്ഥാനത്ത് എക്സ് ക്യൂബ്. അപ്പോൾ ഈ y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് റൈസ് ടു 7 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടി റൈസ് ടു 7 എന്ന് പറഞ്ഞ ബേസിക് ഫംഗ്ഷൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തിരിക്കുന്നു? എക്സ് ക്യൂബ് കൊടുത്തിരിക്കുന്നു. ദർഫോർ എക്സ് ക്യൂബിലുള്ളൊരു ഫംഗ്ഷനാണത്, അല്ലേ? എക്സ് ക്യൂബിന് ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നു, ടി റൈസ് ടു 7 അപ്ലൈ ചെയ്തിരിക്കുന്നു. അതായത് അതുകൊണ്ടൊക്കെ ഈ ടി എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഇതൊരു വേരിയബിൾ അല്ലത്, എക്സ് എന്ന് വൈ എന്ന് പറയുന്ന വേരിയബിൾ അല്ലത്, ഇതൊരു ഫംഗ്ഷനാണ്. ഇത് മറ്റൊരു ഫംഗ്ഷനാണെന്നിരിക്കട്ടെ. ദാറ്റ് ഈസ് ടി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഒരു ഫംഗ്ഷനാണ് വൈ എന്ന്. ദാറ്റ് ഈസ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് അനദർ ഫംഗ്ഷൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ചെയിൻ റൂൾ പറയുന്നത്. ദാറ്റ് ഈസ് ഇഫ് വൈ ഈസ് എഫ് ഓഫ് ടി, ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ, വി ക്യാൻ കാൽക്കുലേറ്റ് ഡി വൈ ബൈ ഡി എക്സ് സച്ച് ദാറ്റ് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു വെച്ചാൽ ഫസ്റ്റ് വി കാൽക്കുലേറ്റ് ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. അതായത് ചെയിൻ റൂൾ ഇത്രയേ ഉള്ളൂ. എന്താണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്? റൂൾ നമുക്ക് ജസ്റ്റ് ആദ്യം ഒന്ന് നോക്കാം, അതിനുശേഷം പ്രോബ്ലം ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാവും. വൈ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി എ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ, ദെൻ dy by dx, differentiating y with respect to x, can be calculated as dy by dt into dt by dx. That is, first we are differentiating y with respect to t. Again we are differentiating t, the base function. ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അതായത് ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ടിയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? എക്സ് ക്യൂബ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ തന്നിട്ടുള്ള ഫംഗ്ഷനെ വൈ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ, അതായത് എന്താണ്? ടി റൈസ് ടു 7 എന്നുള്ളതാണ് ബേസിക് ഫംഗ്ഷൻ. അപ്പോൾ ടി റൈസ് ടു 7 ആയി നമ്മൾ എന്ത് ചെയ്യുന്നു? ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. എഗെയിൻ ഈ ടി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ക്യൂബ് ആയിരുന്നു. നമ്മൾ എക്സ് ക്യൂബിനെ എന്ത് ചെയ്യും? എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ചെയിൻ റൂൾ ഇത്രയേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു വൈ ബി എ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ, ദെർഫോർ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷ്യേറ്റ് ദ ഫോളോയിങ്. y is equal to e raised to x raised to 5. ഇത് അറിഞ്ഞേക്കുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. y is equal to e raised to x raised to 5. ഇതിന് എന്ത് ചെയ്യണം? ഇൻ ടേംസ് ഓഫ് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതായത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാകെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഇ റൈസ് ടു എക്സ് റൈസ് ടു 5, അല്ലേ? ഒറ്റ നോട്ടത്ത് നോക്കുമ്പോൾ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ് അല്ലേ? അത് ഇ റൈസ് ടു വരണം അല്ലേ? പക്ഷേ ആ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ പവറായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? വീണ്ടും ഒരു ഫംഗ്ഷനാണ്, എക്സ് റൈസ് ടു 5 എന്നതിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ്. അതായത് ഇത് ശരിക്കും ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ശരിക്കും രണ്ട് ഫംഗ്ഷനുകളുടെ കൂടിച്ചേരല. ദ ബേസ് ഫംഗ്ഷൻ ഏതാണ്? ഇ റൈസ് ടു ടി, ആൻഡ് അവിടെ ഇ റൈസ് ടു ടി എന്ന ഫംഗ്ഷൻ്റെ സ്ഥാനത്ത് ടിയുടെ എന്ത് വന്നിരിക്കുന്നു? എക്സ് റൈസ് ടു 5 വന്നിരിക്കുന്നു അല്ലേ? ഇ റൈസ് ടു ടി എന്ന് പറയുന്ന ഈ ഫംഗ്ഷനിൽ ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുമ്പോൾ? എക്സ് റൈസ് ടു 5 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ റൈസ് ടു എക്സ് റൈസ് ടു 5 കിട്ടും അല്ലേ? വെയർഫോർ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറൻസിയേഷൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കണം? നമ്മളുടെ ചെയിൻ റൂൾ ഉപയോഗിക്കണം. എന്താണ് നമ്മുടെ ചെയിൻ റൂൾ? അക്കോർഡിംഗ് ടു ചെയിൻ റൂൾ, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. ബേസിക്കലി ഇതേ ഉള്ളൂ ചെയിൻ റൂൾ. ഇനി അതെങ്ങനെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇ റൈസ് ടു എക്സ് റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് ഇ റൈസ് ടു ടി ആൻഡ് എക്സ് റൈസ് ടു 5. അപ്പോൾ ഇതിനകത്ത് ഈ ടിയുടെ സ്ഥാനത്ത്, അതായത് ബേസിക് ഫംഗ്ഷനായി ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തിരിക്കുന്നു? എക്സ് റൈസ് ടു 5 കൊടുക്കുമ്പോഴാണ് എനിക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻ കിട്ടിയത് അല്ലേ? ദെയർഫോർ ഇവിടെ എനിക്ക് എന്താണ് വന്നിരിക്കുന്നത്? ടിയുടെ സ്ഥാനത്ത് എനിക്ക് എന്താ വന്നിരിക്കുന്നത്? എക്സ് റൈസ് ടു 5 എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അല്ലേ? ദെയർഫോർ ഞാൻ പറയുകയാണ് പുട്ട് ഇവിടെ എക്സ് റൈസ് ടു 5 എന്ന് പറയുന്ന ആ ടേമിനെ എന്തായിട്ട് കൊടുക്കുന്നു? പുട്ട് എക്സ് റൈസ് ടു 5 ആസ് ടി. എക്സ് റൈസ് ടു 5നെ എന്ത് കൊടുക്കുന്നു? ടി എന്ന് കൊടുക്കുന്നു.
സോ എക്സ് റൈസ് ടു 5 ടി എന്ന് കൊടുത്താൽ നമ്മളുടെ ക്വസ്റ്റ്യൻ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? ദെയർഫോർ y ഇസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? ഇ റൈസ് ടു എക്സ് റൈസ് ടു 5 പറഞ്ഞ് എനിക്ക് എന്ത് കൊടുക്കാം? ടി കൊടുക്കാം. ആണോ? അങ്ങനെയെങ്കിൽ ഇപ്പം എനിക്ക് dy ബൈ ഡി എക്സ് ഞാൻ കാണാൻ ശ്രമിച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ചെയിൻ റൂൾ അനുസരിച്ച് എന്തായിരുന്നു? ഇറ്റ് ഈസ് dy ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു ഈ y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇപ്പം എന്തിൻ്റെ ടേമിലാ? ടി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടേമിലാ. ദെയർഫോർ അതിനെ നമ്മൾ എന്തിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു? ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ദെയർഫോർ ഇ റൈസ് ടു ടിയുടെ ഡിഫറൻഷ്യൽ എന്താ? ഇ റൈസ് ടു ടി തന്നെ, ഡെറിവേറ്റീവ് ഇ റൈസ് ടു ടി തന്നെ. ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തത് തന്നെ വരത്തുള്ളൂ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ തന്നെ വരത്തുള്ളൂ. ഇ റൈസ് ടു ടി ഇൻറ്റു ഇനി എന്തുണ്ട്? ഡി ടി ബൈ ഡി എക്സ് ഉണ്ട് അല്ലേ? ഇവിടെ ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? ടി ഈസ് എക്സ് റൈസ് ടു 5. എന്താണ് ചെയ്തിരിക്കുന്നത്? ഡി ടി ബൈ ഡി എക്സ് ആണ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? രണ്ട് സൈഡിൽ എന്തെടുക്കണം? ഡി ബൈ ഡി എക്സ് എടുക്കണം. ദെയർഫോർ ടി എക്സ് റൈസ് ടു 5 ആയതുകൊണ്ട് തന്നെ ടേക്കിംഗ് ഡെറിവേറ്റീവ്സ് ഓൺ ബോത്ത് സൈഡ്സ്, ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 5. ദെയർഫോർ ഡി ബൈ ഡി എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 5. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ടി is equal to x raised to 5 derivative and with respect to x it is 5x raised to 4. Therefore ഇവിടെ നമുക്ക് വേണ്ടത് എന്തായിരുന്നു? ഡി ബൈ ഡി എക്സ് ഓഫ് ടി ആയിരുന്നു. ഇവിടെ കിട്ടിയത് എന്ത് തന്നെ? ഡി ബൈ ഡി എക്സ് ഓഫ് ടി. എത്ര അത് കിട്ടിയത്? 5x raised to 4. Therefore ഈ പൊസിഷൻ നമുക്ക് എന്ത് കൊടുക്കാം? 5x raised to 4 എന്ന് കൊടുക്കാം. Therefore the answer is e raised to t into 5x raised to 4. ഒരൊറ്റ സ്റ്റെപ്പും കൂടെ നമുക്ക് എക്സ്ട്രാ ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ എന്തായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്? എക്സ് റൈസ് ടു 5 ആയിട്ട് എടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ ടിയെ നമ്മൾ തിരിച്ചു കൊടുക്കണം. ടിയുടെ വാല്യൂ എന്തായിരുന്നു? എക്സ് റൈസ് ടു 5. ദെയർഫോർ ഇ റൈസ് ടു ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? എക്സ് റൈസ് ടു 5 ഇൻറ്റു 5x റൈസ് ടു 4. ദെയർഫോർ y എന്ന് പറയുന്ന അത് ഒരു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷനാണ്. y ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് റൈസ് ടു 5 ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഇ റൈസ് ടു ആ എക്സ് റൈസ് ടു 5നെ നമ്മൾ എന്തായിട്ട് കൊടുത്തു? ടി എന്ന് പറയുന്ന ഒരു പുതിയ വേരിയബിളായിട്ട് കൊടുത്തു അല്ലേ? ഈ ടി എന്ന് പറയുന്ന വേരിയബിളായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ y ഒന്നുകൂടെ റീറൈറ്റ് ചെയ്തു. ദെയർഫോർ y ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ടി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ചെയിൻ റൂൾ നമ്മൾ ജസ്റ്റ് എഴുതി നോക്കും. ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. അപ്പം ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്ത് തന്നെ? ഇ റൈസ് ടു ടി തന്നെ ഇൻറ്റു ടി എന്തായിരുന്നു? എക്സ് റൈസ് ടു 5. അതിന് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ 5x റൈസ് ടു 4. അത് നമ്മൾ എന്ത് ചെയ്തു? തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടിയുടെ സ്ഥാനത്ത് നമ്മൾ തിരിച്ച് എന്ത് കൊടുത്തു? എക്സ് റൈസ് ടു 5 കൊടുത്തു. ദെയർഫോർ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് റൈസ് ടു 5 ഈസ് ഇ റൈസ് ടു എക്സ് റൈസ് ടു 5 ഇൻറ്റു 5x റൈസ് ടു 4. And the next question, y is equal to 3x square minus 4x plus 1 the whole raised to 5. ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ആ ഫംഗ്ഷൻ എടുത്തെഴുതുകയാണ്. ദാറ്റ് ഈസ് 3x സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 ദ ഹോൾ റൈസ് ടു 5. ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പിനേഷനാണ്. ഏതൊക്കെയാ? ദാറ്റ് ഈസ് ടി റൈസ് ടു 5 എന്ന് പറയുന്നൊരു ഫംഗ്ഷനകത്ത് ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തിരിക്കുന്നു? 3x സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 എന്ന് നമ്മൾ കൊടുത്തിരിക്കുക അല്ലേ? അതായത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ശരിക്കും ടി റൈസ് ടു 5 എന്ന് പറയുന്ന ഫംഗ്ഷനായിരുന്നു. അവിടെ ടിയുടെ സ്ഥാനത്ത് ഏതൊരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നു? 3x സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നു. ദെയർഫോർ ദ ഗിവൺ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലേ? Therefore we can use chain rule over here. ശരിക്കും ചെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പെട്ടിക്കകത്ത് ഞാൻ മറ്റൊരു പെട്ടി വെച്ചിരിക്കുക. ഒരു പെട്ടി ഞാൻ ലോക്കിട്ട് പൂട്ടി, അത് മറ്റൊരു പെട്ടിയുടെ അകത്ത് വെച്ച് ഞാൻ വീണ്ടും പൂട്ടി അല്ലേ? അപ്പോൾ അകത്തെ പെട്ടി എനിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഞാൻ പുറത്തെ പെട്ടി തുറക്കണം, അതിനുശേഷം അകത്തെ പെട്ടി എടുത്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെനിക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇവിടെ ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. എനിക്ക് തന്നിരിക്കുന്ന y എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യണം? ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അൺലോക്ക് ചെയ്യണം അല്ലേ? അതിന് അൺലോക്ക് ചെയ്യേണ്ടതാണ് ആദ്യം എന്ത് ചെയ്യുന്ന y എന്ന് പറയുന്ന ഫംഗ്ഷൻ ശരിക്കും എന്താണ്? ഒരു ഫംഗ്ഷനകത്ത് മറ്റൊരു ഫംഗ്ഷൻ ഇരിക്കുക
അല്ലേ? അപ്പം ആദ്യം ഞാൻ എന്ത് ചെയ്യണം, ഈ ബേസ് സൈഡിൽ പുറത്തുള്ള ഈ ഫംഗ്ഷനെ എന്ത് ചെയ്യണം, അൺലോക്ക് ചെയ്യണം. അതിനുശേഷം അകത്തുള്ള ഫംഗ്ഷനെ അൺലോക്ക് ചെയ്യണം. അപ്പം എനിക്ക് എന്ത് കിട്ടും, ആ ഹോളായിട്ടുള്ള y എനിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടും, അൺലോക്ക് ചെയ്ത് കിട്ടും. അവിടെ അത് തന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ അല്ലേ? ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, t⁵5 എന്ന് പറയുന്ന ഈ ടിയിലുള്ള ഈ ഫംഗ്ഷനെ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അതിന് ശേഷം എക്സിലുള്ള ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ബൈ മീൻസ് ഓഫ് ചെയിൻ റൂൾ വി ക്യാൻ റൈറ്റ് dy/dx is equal to dy/dt into dt/dx അല്ലേ? ഇതാണ് നമ്മളുടെ ചെയിൻ റൂൾ. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ പറഞ്ഞ ഈ ഫംഗ്ഷൻ എന്താണ്, രണ്ട് ഫംഗ്ഷനുകളുടെ കോമ്പിനേഷനാണ്. ദാറ്റ് ഈസ് t⁵5 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനകത്ത് ടിക്ക് പകരം എന്ത് കൊടുത്തിരിക്കുന്നു, 3x² - 4x + 1 എന്ന് കൊടുത്തിരിക്കുന്നു. ദെർഫോർ അത് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എഴുതാം. പുട്ട് t is equal to 3x² - 4x + 1. 3x² - 4x + 1 പറഞ്ഞാൽ എന്ത് കൊടുക്കുവാണ്, ഇവിടെ t കൊടുക്കുക. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് മാറും, വിച്ച് ഇംപ്ലൈസ് y is equal to t⁵5 എന്നായിട്ട് എന്ത് മാറി, ആ ക്വസ്റ്റ്യൻ മാറി അല്ലേ? അങ്ങനെയെങ്കിൽ ഈ y is equal to t⁵5 എന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് d/dx of y is equal to, എങ്ങനെ ചെയിൻ റൂൾ അനുസരിച്ച് ഇറ്റ് ഈസ് dy/dt into dt/dx which is equal to y എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എന്തിലാണ്, ഇപ്പോൾ എഴുതിയേക്കുന്നത് എന്തിലാണ്, ഇൻ ടേംസ് ഓഫ് ടി ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ടിയിൽ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ദെർഫോർ t⁵5നെ ദാറ്റ് ഈസ് y is equal to, നമുക്ക് വേണമെങ്കിൽ സൈഡിലോട്ട് എന്ത് ചെയ്യാം, എടുത്തെഴുതി നോക്കാം, അത് തെറ്റൊന്നുമല്ല. y is equal to t⁵5. ദെർഫോർ എന്ത് ചെയ്യുന്നു, എനിക്ക് എന്താ കാണേണ്ടത്, dy/dt ആണ് കാണേണ്ടത്. ദെർഫോർ എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡിൽ ഞാൻ d/dt എടുക്കുന്നു. ദാറ്റ് ഈസ് d/dt of y is equal to d/dt of t⁵5. which is equal to dy/dt is equal to d/dt of t⁵5. t⁵ ഒരു n ആണ് ചോദിക്കുന്നത് അല്ലേ? ഇൻ ടേംസ് ഓഫ് ടിയിൽ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഏത് ഫംഗ്ഷനെ, t⁵n-നെ അല്ലേ? നേരത്തെ നമ്മൾ എന്ത് ചെയ്ത്, x⁵n-നെ ഇൻ ടേംസ് ഓഫ് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇവിടെ എന്തോന്ന്, എക്സിന് പോലെ എന്തോ വന്നേ ഉള്ളൂ, t എന്ന് പറയുന്നത് മറ്റൊരു വേരിയബിൾ വന്നേ ഉള്ളൂ. ദെർഫോർ ദ റിസൾട്ട് ഈസ് n t⁵n-1, ദാറ്റ് ഈസ് 5t⁴ ആയിരിക്കും എന്ത്, dy/dt എന്ന് പറയുന്നത്. ദെർഫോർ dy/dt എന്ന് പറയുന്ന ഈ ടേം നമുക്ക് ഇവിടെ എടുത്തെഴുതാം, ഇവിടെ എടുത്തെഴുതാം. ദെർഫോർ ഇറ്റ് ഈസ് 5t⁴ ഇൻറ്റു, ഇനി എന്തുണ്ട്, dt/dx കണ്ടുപിടിക്കണം അല്ലേ? അതിനാദ്യം t എന്താണെന്ന് എടുത്തെഴുതാം. ദാറ്റ് ഈസ് t is equal to 3x² - 4x + 1. ഇപ്പോൾ ടി എന്തിൻ്റെ ടേമിലൊരു ഫംഗ്ഷനാണ്, എക്സിൻ്റെ ടേമിലൊരു ഫംഗ്ഷനാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡിൽ എന്താ കണ്ടത്, ടീനെ എന്ത് ചെയ്യണം, d/dx ആണ് എടുക്കേണ്ടത്. അപ്പോൾ d/dx of t is equal to d/dx of 3x² - 4x + 1. സോ ഇവിടെ എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 3x², 4x, 1, 3 ടേംസ് ഉണ്ട്. തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു, സബ്ട്രാക്ട് ചെയ്യുകയും ആഡ് ചെയ്തിരിക്കുന്നു. ദർഫോർ നമുക്ക് എന്ത് ചെയ്യാം, ഡെറിവേറ്റീവിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് d/dx of 3x² minus d/dx of 4x plus d/dx of 1. That is equal to ഇവിടെ നമുക്ക് 3 എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്തു, പുറത്തിട്ടു. 3 ഇൻറ്റു d/dx ഓഫ് x² മൈനസ്, ഇവിടെ ഞാൻ 4നെ പുറത്തിടുമ്പോൾ 4 ഇൻറ്റു d/dx ഓഫ് എക്സ് പ്ലസ് d/dx ഓഫ് 1 ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ഒരു കോൺസ്റ്റന്റ് മാത്രമാണ്. ഇവിടെ എക്സോ അങ്ങനെ x² അങ്ങനെയല്ല, എക്സിൻ്റെ ടേംസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ 1 എനിക്ക് പുറത്തു കൊണ്ടുവരായിരുന്നു. ഇവിടെ എന്തില്ല, 1 ഒറ്റയ്ക്ക് നിൽക്കും, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മാത്രം നിൽക്കുകയാണ്. ദർഫോർ എന്ത് ചെയ്യാൻ, ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് 2x, 2 ഇൻറ്റു x⁻1 മൈനസ് 4 ഇൻറ്റു dx/dx ഈസ് 1. ദർഫോർ t എന്ന് പറയുന്നത് 3x² - 4x + 1 ആണെങ്കിൽ d/dx ഓഫ് t ഈസ്, ഇറ്റ് ഈസ് 3 × 2 ഈസ് 6x - 4.
ദർഫോ എനിക്ക് എന്ത് കിട്ടി? ഡി ടി ബൈ ഡി എക്സ് കിട്ടി. ഇവിടെ എനിക്ക് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? ഡി ടി ബൈ ഡി എക്സ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ കിട്ടിയ 6x - 4 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എവിടെ കൊടുക്കാം? ഈ തന്നിട്ടുള്ള പൊസിഷനിൽ നമുക്ക് കൊടുക്കാം. ദർഫോർ 6x - 4 നമുക്ക് എന്ത് കിട്ടി? ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 5t⁴ ഇൻറ്റു 6x - 4. ഇനി എന്ത് ചെയ്യണം? ഈ ഇവിടെ തന്നിരിക്കുന്നത് എന്തിന് ടേമില്ല? എക്സിന് ടേമിലാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ റിസൾട്ടിനകത്ത് എന്തിൻ്റെ ആവശ്യമില്ല? ടിയുടെ ആവശ്യമില്ല. അപ്പോൾ ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ടിയുടെ ഒറിജിനൽ വാല്യൂ. എന്തിനു നമ്മൾ ടി ഇട്ടത്? ടിക്ക് എന്തായിട്ട് കൊടുത്തത്? 3x² - 4x + 1 ആണ് എടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ അത് തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് 5 ഇൻറ്റു 3x² - 4x + 1 ഇൻറ്റു 6x - 4. Hence the result.